പ്രിയ സഹോദരങ്ങളെ, അഹങ്കാരം നാശത്തിലേക്കും അപമാനത്തിലേക്കും നയിക്കുമെന്ന് തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഹങ്കാരം ഒരു ക്യാപിറ്റൽ സിന്നാണ്. അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനം ഉറപ്പാണ്. പ്രഭാഷകൻ 10:18 പറയുന്നു, അഹങ്കാരിയുള്ള സിംഹാസനങ്ങൾ കർത്താവ് തകിടം മറിക്കുകയും വിനീതരെ അവരുടെ മധ്യത്തിൽ ഇരുത്തുകയും ചെയ്യും എന്ന്. സുഭാഷിതങ്ങൾ 11:2 പഠിപ്പിക്കുന്നു, അഹങ്കാരം വരുമ്പോൾ അപമാനവും വരുന്നു, വിനയമുള്ളവരോടൊപ്പമാകട്ടെ ജ്ഞാനം ഉണ്ട് എന്നാണ്. പഴയ നിയമത്തിൽ അഹങ്കാരത്തിൻ്റെ പര്യായമായിരുന്ന അന്ത്യോക്കോസ് എപ്പിഫാനസ് രാജാവിൻ്റെ കഥ നമുക്ക് ഇതിന് ഉദാഹരണമാണ്. അവൻ്റെ അഹങ്കാരത്താൽ ദേവാലയം അശുദ്ധമാക്കുകയും താൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നിട്ടും സ്വയം ദൈവമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കർത്താവ് അവനെ താഴ്ത്തി. അവൻ്റെ അന്ത്യം അത്യധികം ദയനീയമായിരുന്നു. അവൻ്റെ അഹങ്കാരം നാശത്തിലേക്കും ലജ്ജാകരമായ മരണത്തിലേക്കും നയിച്ചു. തൻ്റെ പാപങ്ങൾ ഏറ്റുപറയാൻ അവൻ നിർബന്ധിതനായി. അതുപോലെ സുഭാഷിതങ്ങൾ 16:18 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാശത്തിന് മുമ്പ് അഹങ്കാരവും വീഴ്ചയ്ക്ക് മുമ്പ് ഗർവിഷ്ഠമായ മനസ്സുമുണ്ട് എന്ന്. സങ്കീർത്തനം 149:4 പറയുന്നത്, കർത്താവ് തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, വിനയമുള്ളവരെ അവൻ വിജയകിരീടം അണിയിക്കുന്നു എന്നാണ്. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ വിനയം പാലിക്കാൻ നമുക്ക് അനുദിനം പരിശ്രമിക്കാം. ലൂക്കായുടെ സുവിശേഷം 18:14 യേശു പഠിപ്പിച്ചതുപോലെ, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും.